എല്ലാ വ്യൂവേഴ്സിനും KRBS റോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂർ പാലസിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്കും ചരിത്രത്തിലേക്കും ഒന്നുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരത്തിൽ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയുമുണ്ടായി. നാം ഇന്നു കാണുന്ന കൊട്ടാരത്തിന്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിന്റെ പണി പൂർത്തിയായി. 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയുണ്ടായി. കൊട്ടാരത്തിനകത്തേക്ക് പാദരക്ഷകൾ അനുവദനീയമല്ല. കർണാടകത്തിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂരു ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരു അറിയപ്പെടുന്നത്. പഴയ കോട്ട മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതിനാൽ എളുപ്പത്തിൽ തീപിടിക്കും. അതേസമയം നിലവിലെ കോട്ട കല്ലും ഇഷ്ടികയും മരവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനാണ് മൈസൂർ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത്. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ. മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോടുകൂടിയ 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. വലിയൊരു ഉദ്യാനത്താൽ ഈ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു. 3 നിലകളിലുള്ള കൊട്ടാരവും 145 അടി 5 നിലകളുള്ള ഗോപുരവും നല്ല ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴികക്കുടങ്ങൾക്ക് ആഴത്തിലുള്ള പിങ്ക് മാർബിൾ ഉപയോഗിച്ചു. അത്ഭുതകരമായ ഘടനയുടെ പുറംഭാഗം ദർബാർ ഹാളുകൾ, നിരവധി കമാനങ്ങൾ, മേലാപ്പുകൾ, നിരകൾ, ബേ വിൻഡോകൾ എന്നിവയാൽ സമ്പന്നമാണ്. കൊട്ടാരത്തിനു ചുറ്റും വിശാലമായ ഒരു പച്ച പൂന്തോട്ടവുമുണ്ട്. കൊത്തുപണികളുള്ള വാതിലുകൾ, സ്റ്റെയിൻഡ് ഗ്ലാസ് മേൽത്തട്ട്, തിളങ്ങുന്ന ഗ്ലേസ്ഡ് ഫ്ലോറിംഗ് ടൈലുകൾ, മനോഹരമായ ചെക്കോസ്ലോവാക്യൻ ചാൻഡിലിയേഴ്സ്, ലോകമെമ്പാടുമുള്ള കലാസൃഷ്ടികൾ എന്നിവയാൽ സമ്പന്നമാണിവിടം. ഇന്ന് മൈസൂർ കൊട്ടാരം നിയന്ത്രിക്കുന്നത് കർണാടക സർക്കാരാണ്. അതേസമയം മൈസൂരു മഹാരാജാസിന്റെ രാജകീയ ഇരിപ്പിടം എന്ന പദവി നിലനിർത്തുന്നത് തുടരുന്നു. സുവനീറുകൾ, ആഭരണങ്ങൾ, രാജകീയ വസ്ത്രങ്ങൾ, പെയിന്റിങ്ങുകൾ എന്നിവയുൾപ്പെടെയുള്ള വോഡയാർമാരുടെ വിലപിടിപ്പുള്ള വിവിധ സ്വത്തുക്കൾ ഈ മഹത്തായ മന്ദിരം സംരക്ഷിക്കുന്നു. കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടുണ്ടെങ്കിലും പഴയ രാജകുടുംബം അതിന്റെ ഒരു ഭാഗത്ത് താമസിക്കുന്നു. കാലങ്ങൾ പഴക്കമുള്ള മൈസൂർ ദസറ ഫെസ്റ്റിവൽ അതിന്റെ പൂർണ്ണതയിൽ ആഘോഷിക്കപ്പെടുന്നു. ഈ മഹത്തായ സ്മാരകത്തിന്റെ സമ്പന്നമായ ചരിത്രം അനുഭവിക്കാൻ പ്രതിവർഷം 6 ദശലക്ഷത്തിലധികം സന്ദർശകർ ഇവിടെ എത്തുന്നു. ഘടനയുടെ ഗാംഭീര്യത്തിനു പുറമെ വൈകുന്നേരങ്ങളിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ജനങ്ങളെ ആകർഷിക്കുന്നു.